നമ്മുടെ വൈബ് താഴ്ന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ യൂണിവേഴ്സ് നൽകുന്ന ഏതാനും ചില സിഗ്നലുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മനുഷ്യജീവിതത്തെ ഒന്ന് അടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു വൈബ്രേഷണൽ ബീയിങ് ആണ് എന്നുള്ളതാണ്. അതായത് നമുക്കെല്ലാം ഒരു വൈബ്രേഷണൽ സ്റ്റേറ്റ് ഉണ്ട്, ഒരു ആന്തരികമായ അവസ്ഥയുണ്ട്. നമ്മുടെ ആന്തരികമായ അവസ്ഥയ്ക്ക് തുല്യമായ ഒരു ജീവിതമായിരിക്കും നമുക്കുണ്ടാവുക. നമുക്കൊരു ഉയർന്ന വൈബ്രേഷണൽ സ്റ്റേറ്റാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉയർന്ന ആന്തരികമായ അവസ്ഥയാണുള്ളതെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും നമ്മുടെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ ജീവിതം എന്നത് ഉയർന്ന ലെവലിലുള്ളതായിരിക്കും. അതേസമയം നമ്മുടെ വൈബ്രേഷൻ താഴ്ന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതാവസ്ഥയും ആ ഒരു വൈബിന് മാച്ചാകുന്ന തരത്തിൽ താഴ്ന്ന തലത്തിലുള്ളതായിരിക്കും. പ്രപഞ്ചശക്തിക്ക് ഇതറിയാവുന്നത് കൊണ്ടും അത് നമ്മെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മുടെ വൈബ്രേഷൻ സ്റ്റേറ്റ് താഴ്ന്നു പോകാതിരിക്കാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മളെപ്പോഴും ഒരു ഉയർന്ന വൈബ്രേഷണൽ സ്റ്റേറ്റിലായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ മനുഷ്യ സഹജമായ നെഗറ്റീവായ ചിന്തകൾ കൊണ്ടും ഫീലിങ്സ് കൊണ്ടും പ്രവർത്തികൾ കൊണ്ടുമൊക്കെ നമ്മുടെ വൈബ്രേഷൻ സ്റ്റേറ്റ് താഴ്ന്നു പോകുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ വൈബ് താഴ്ന്നു പോയാൽ നമ്മുടെ ലൈഫും താഴ്ന്നു പോകും എന്നറിയാവുന്ന യൂണിവേഴ്സ് അത് ഒരുപാടങ്ങ് താഴ്ന്നു പോകുന്നതിന് മുമ്പ് അതൊഴിവാക്കാൻ ചില സിഗ്നലുകൾ തരാറുണ്ട്. ആ സിഗ്നലുകളെ നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുകളായി തെറ്റിദ്ധരിക്കാറാണ് പതിവ്. എന്നാൽ അവയിലൂടെ പ്രപഞ്ചം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിഗ്നലുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വൈബ്രേഷൻ താഴ്ന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വൈബിനെ ഉയർത്തുവാനുള്ള മാർഗങ്ങൾ നോക്കിക്കൊണ്ട് ഉയർന്ന കറക്റ്റായിട്ടുള്ള പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ സിഗ്നലുകൾ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ വൈബ് താഴ്ന്നു പോകുന്നു എന്നുള്ളതിന് യൂണിവേഴ്സ് നൽകുന്ന ഒന്നാമത്തെ സൈനാണ് മനസ്സിൽ ഒരു കാര്യവുമില്ലാതെ ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകുന്നു എന്നുള്ളത്. എന്തോ ഒരു കാരണവുമില്ലാതെ മനസ്സിലൊരു ടെൻഷൻ പോലെ, ഒരു ഇടിവ് പോലെയൊക്കെ തോന്നുമെങ്കിൽ അത് സത്യത്തിൽ നമ്മൾ ദുർബലപ്പെട്ടു പോകുന്നത് കൊണ്ടല്ല. അത് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു സൈനാണ്. കാരണം നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്ഥായിയായ, നമ്മുടെ ആത്മതലത്തിലുള്ള സ്ഥായിയായ വികാരം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹമാണ്, സമാധാനമാണ്. അതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ യഥാർത്ഥ സത്യം, ട്രൂത്ത്. എന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഉള്ളിൻ്റെ ഉള്ളിലെ സത്യത്തിന് വിരുദ്ധമായ ചിന്തകളോ വികാരങ്ങളോ തുടർച്ചയായി ഉണ്ടാവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം തോന്നുക, മറ്റുള്ളവരുടെ ഒരു നേട്ടം കാണുമ്പോൾ ഒരു വിഷമം തോന്നുക, അല്ലെങ്കിൽ ചെറിയ അസൂയ തോന്നുക, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വല്ലാതെ ഉത്കണ്ഠപ്പെടുക, ഇതൊക്കെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ സത്യത്തിന് മിസ്മാച്ച് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സത്യമായ സ്നേഹത്തിനും സമാധാനത്തിനും വിരുദ്ധമായ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ വരുന്നത് എന്നാണ്. ഇത്തരം മിസ്മാച്ച് ആകുന്ന നെഗറ്റീവ് ചിന്തകൾ തുടർച്ചയായി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാനിടയായാൽ അത് നമ്മുടെ വൈബ് താഴ്ന്നു പോകുമെന്നും താഴ്ന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തുമെന്നും യൂണിവേഴ്സിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഇമോഷൻസിലൂടെ നമുക്ക് ഗൈഡൻസ് തരാൻ നോക്കും. ആ ഒരു ഗൈഡൻസ് ആണ് നമ്മുടെ മനസ്സിൽ അകാരണമായി ഉണ്ടാകുന്ന നെഗറ്റീവ് ഫീലിംഗ്. യൂണിവേഴ്സിൻ്റെ ഇമോഷണൽ ഗൈഡൻസ് സിസ്റ്റം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ ഇമോഷൻസ് കൊണ്ട് യൂണിവേഴ്സ് നമ്മെ ഗൈഡ് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ട്രൂത്തുമായി അത് മാച്ചാവുകയും നമുക്ക് നല്ല ഫീലിംഗ് ലഭിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷനാവുകയും ദേഷ്യപ്പെടുകയും വെറുപ്പൊക്കെ വെച്ച് പുലർത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഉള്ളിലെ ആ ഒരു യഥാർത്ഥ സത്യവുമായി മിസ്മാച്ച് ആവുകയും അത് നെഗറ്റീവ് ഇമോഷൻസിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ നമുക്കതൊരു സൈനായി കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിലെ ചിന്തയെയും നമ്മുടെ ശ്രദ്ധയെയും പരമാവധി പോസിറ്റിവിറ്റിയിലേക്ക് റീഫോക്കസ് ചെയ്യുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുതന്നെയാണ് ആ സൈൻ കൊണ്ട് പ്രപഞ്ചം ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ വൈബ് താഴ്ന്നു പോകുന്നു എന്നുള്ളതിന് പ്രപഞ്ചം നൽകുന്ന രണ്ടാമത്തെ വാർണിംഗ് സൈനാണ് ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളോ അബദ്ധങ്ങളോ പറ്റുക എന്നുള്ളത്. ഉദാഹരണത്തിന് നടക്കുമ്പോൾ കാലിൻ്റെ വിരൽ ഫർണിച്ചറിലോ മറ്റോ കയറി തട്ടി വേദനിക്കുക, ചായയോ കോഫിയോ ഒക്കെ തട്ടിത്തുളുമ്പി വസ്ത്രത്തിലേക്ക് വീഴുക, ഗ്ലാസോ പ്ലേറ്റോ ഒക്കെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുക, മൊബൈൽ തറയിൽ വീണ് സ്ട്രെസ്സാവുക,
എന്തെങ്കിലും കാര്യമൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്ന് അങ്ങനെ സ്ട്രെസ്സാവുക. നോക്കുമ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും. പക്ഷേ അവയെല്ലാം യൂണിവേഴ്സിൻ്റെ സിഗ്നൽസായി എടുക്കാൻ നമുക്ക് കഴിയണം. ഇതറിയാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ സബ് കോൺഷ്യസ് തലത്തിൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ, നമ്മുടെ അകം ലോകത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത്, നമ്മുടെ ജീവിതം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി വരുന്ന ഇത്തരം ചെറിയ ചെറിയ അപകടങ്ങളും അബദ്ധങ്ങളും നമ്മുടെ ഉള്ളിനെ പ്രതിഫലിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇത്തരം ചെറിയ ചെറിയ ഡിസോർഡറുകൾ നമ്മുടെ ഉള്ള് ചെറിയ രീതിയിൽ ഡിസോർഡർ ആണ് എന്ന് കാണിക്കുകയാണ്, അല്ലെങ്കിൽ സൂചിപ്പിക്കുകയാണ്. യൂണിവേഴ്സ് നമുക്ക് സൈൻ തരികയാണ്. അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള് ചെറിയ രീതിയിൽ ഡിസോർഡർ ആയിരിക്കുന്നു, അതുകൊണ്ടാണ് ലൈഫിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ ഡിസോർഡറായി കാണിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ഉള്ളിനെ അടക്കുക അല്ലെങ്കിൽ ഓർഡറാക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. അല്ലാത്ത പക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഈ ഉള്ളിലെ ആ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ആ ഒരു ക്രമമില്ലായ്മ വലുതായി വരികയും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇത്തരം ചെറിയ അബദ്ധങ്ങൾ വലിയ അബദ്ധങ്ങളായി, അതായത് ഉള്ളിലെ ആ ഒരു ക്രമമില്ലായ്മയുടെ വലിപ്പത്തിനനുസരിച്ച് വലിയ അബദ്ധങ്ങളായി പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് എന്ന് യൂണിവേഴ്സ് നമുക്ക് മുൻകൂട്ടി മെസ്സേജ് നൽകുകയാണ്, ഇത്തരം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിലൂടെയും അപകടങ്ങളിലൂടെയും. അതുകൊണ്ട് എത്രയും വേഗം ഉള്ളിൻ്റെ ഉള്ളിനെ ഓർഡറാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മെഡിറ്റേഷൻ, ഫർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തുടങ്ങിയവ മനസ്സിനെ ഓർഡറാക്കി എടുക്കുവാൻ മികച്ച പ്രാക്ടീസുകളാണ്. നിങ്ങളുടെ വൈബ് താഴുന്നു എന്നുള്ളതിന് യൂണിവേഴ്സ് നൽകുന്ന മറ്റൊരു സുപ്രധാനമായ വാർണിംഗ് സൈനാണ് ചെറിയ ചെറിയ വിഷമമുണ്ടാക്കുന്ന നെഗറ്റീവ് മെസ്സേജുകൾ കിട്ടുക എന്നുള്ളത്. ഉദാഹരണത്തിന് മേലധികാരികളിൽ നിന്നോ കസ്റ്റമേഴ്സിൽ നിന്നോ എന്തെങ്കിലും വിമർശനമോ പരാതിയോ ഒക്കെ ലഭിക്കുക. നമ്മൾ അടച്ച ഒരു പേയ്മെൻറ്റിൻ്റെ മുകളിൽ ഒരു അധിക ചാർജായോ പെനാൽറ്റി ആയോ ഒക്കെ കുറച്ചുകൂടി പേയ്മെൻറ്റ് അടയ്ക്കണമെന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുക. നിങ്ങൾ കുറച്ചു കാലമായി കാത്തിരുന്ന ഒരു അവസരം നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ മിസ്സായി എന്ന അറിവ് ലഭിക്കുക. അങ്ങനെ വലിയ ഡാമേജ് തരാത്ത എന്നാലും മനസ്സിനൊരു മൂഡ് കളയുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ലഭിക്കുമ്പോൾ നമ്മളത് പലപ്പോഴും ഒരു മോശപ്പെട്ട അവസ്ഥയോ അല്ലെങ്കിൽ ദൗർഭാഗ്യമോ ഒക്കെ ആയി കണക്കാക്കി അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇനി നമ്മൾ ഓർക്കാനുള്ളത് അത്തരം മെസ്സേജുകൾ പ്രപഞ്ചം നൽകുന്ന ചില സൈനുകളാണ്. നമ്മുടെ വൈബ് താഴുന്നു എന്നുള്ളതിന് സൈനുകൾ. ഈ രീതിയിലുള്ളൊരു സൈൻ കാണുകയാണെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മനസ്സിനെയും ശരീരത്തിനെയും റെസ്റ്റ് അല്പവും കൊടുക്കാതെ ഓവറായിട്ട് ഫോഴ്സ് ചെലുത്തി വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഉദാഹരണത്തിന് നിങ്ങളൊരു കാര്യം നേടുവാനും വേണ്ടി നിങ്ങളുടെ ക്ഷീണം അവഗണിച്ച് മനസ്സിനെയും ശരീരത്തിനെയും പുഷ് ചെയ്യുകയാണ് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. റെസ്റ്റ് ആഗ്രഹിച്ചിട്ടും അത് കണക്കിലെടുക്കാതെ പുഷ് ചെയ്ത് അക്കാര്യം നേടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് മേൽപ്പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് കാര്യം കേൾക്കുന്നത്. ഒരു വിമർശനമോ ഒരു പരാതിയോ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈസിന് എന്തെങ്കിലും ഒരു തകരാറ് അല്ലെങ്കിൽ ഹാങ്ങായി അത് കുറച്ചു നേരം വർക്കാകാതിരിക്കുന്ന ഒരു സാഹചര്യമോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് യൂണിവേഴ്സ് നൽകുന്ന ഒരു തട്ടാണ്, ഒരു ചെറിയൊരു ശാസന പോലെ ഒരു മുന്നറിയിപ്പാണ്. ഒരുപാട് സ്വയം ഫോഴ്സ് ചെലുത്താതിരിക്കുക, ആവശ്യത്തിന് ബ്രേക്കും റെസ്റ്റും എടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു മുന്നറിയിപ്പ്. ശരീരത്തിനും മനസ്സിനും ആവശ്യത്തിന് റെസ്റ്റ് കൊടുത്ത് ചെയ്യുന്ന വർക്ക് ഒരുപാട് ഫോഴ്സ് കൊടുത്ത് ചെയ്യുന്ന വർക്കിനേക്കാളും മികച്ച റിസൾട്ട് നൽകും എന്ന സൈനാണത്. നിങ്ങളുടെ വൈബ്രേഷൻ താഴുന്നു എന്നുള്ളതിന് പ്രപഞ്ചം നൽകുന്ന മറ്റൊരു സുപ്രധാനമായ വാർണിംഗ് സൈനാണ് പരുഷമായി അല്ലെങ്കിൽ റൂഡായി പെരുമാറുന്ന ആളുകളെ കണ്ടുമുട്ടാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ റൂഡായി പെരുമാറാൻ തുടങ്ങുന്നു എന്നുള്ളത്. നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ, നമ്മുടെ ആന്തരികമായ അവസ്ഥ ഉയർന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ഉയർന്ന ലെവലിലുള്ള നല്ല പെരുമാറ്റമായിരിക്കും ചുറ്റുമുള്ള ആളുകളിൽ നമുക്ക് ലഭിക്കുക. അതേസമയം നമ്മുടെ വൈബ് താഴുകയാണെന്നുണ്ടെങ്കിൽ ആ വൈബിന് മാച്ചാകുന്ന തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടും, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ ആ വൈബിന് മാച്ചാകുന്ന തരത്തിലായി മാറും. ഉദാഹരണത്തിന് പൊതുവെ സമാധാനപ്രിയരായ സഹപ്രവർത്തകർ പെട്ടെന്ന് നമ്മളോട് രൂക്ഷമായി പെരുമാറുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ മറ്റ് ഡ്രൈവർമാർ റൂഡായി ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ആർഗ്യുമെൻറ്റിലേക്കും വഴക്കിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെ സത്യത്തിൽ സൈനുകളാണ്.
നമ്മുടെ വൈബ്രേഷൻ താഴ്ന്നു പോകുന്നു എന്നുള്ളതിൻ്റെ സൈനുകൾ. നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ ആ വ്യക്തികളുമായി ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്ത് വിജയിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ അവരെ ഒരു കണ്ണാടിയാക്കി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളിൻ്റെ ഒരു പ്രതിഫലനമായി കണ്ടുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കുക, നിങ്ങൾ എൻ്റെ ഉള്ളിലെ എന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? ഞാൻ ഉള്ളിൽ ആരോടാണ് ദേഷ്യം വെച്ച് പുലർത്തുന്നത്? എനിക്ക് എന്തിനെക്കുറിച്ചാണ് വലിയ നിരാശയുള്ളത്? എന്ത് സമ്മർദ്ദമാണ് ഞാൻ ഉള്ളിൽ പേറുന്നത്? ഇതൊക്കെ സ്വയം ചോദിച്ചുകൊണ്ട് അവയെ റിമൂവ് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ, അത് ഫർഗീവ്നെസ്സിലൂടെ ആയാലും മെഡിറ്റേഷനിലൂടെ ആയാലും എല്ലാം ചെയ്തുകൊണ്ട് മനസ്സിനെ സമാധാനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ വൈബ് ഉയരുകയും ചുറ്റുമുള്ള ലോകം ശാന്തമായി മാറുകയും ചെയ്യും. അതുതന്നെയാണ് ഈ യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പ്രപഞ്ചത്തിൻ്റെ 4 പ്രധാന സൈനുകൾ: 1, അകാരണമായ നെഗറ്റീവ് ഇമോഷൻ, ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളും അബദ്ധങ്ങളും, ചെറിയ ചെറിയ നെഗറ്റീവ് മെസ്സേജുകൾ, നെഗറ്റീവായ ആളുകളെ ഫേസ് ചെയ്യേണ്ടി വരൽ. ഇവയൊക്കെ സത്യത്തിൽ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന പണിഷ്മെൻ്റ് ഒന്നുമല്ല. ഇത് യൂണിവേഴ്സ് സ്നേഹപൂർവ്വം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ താഴ്ന്ന വൈബിലേക്ക് പോകാതിരിക്കാനുള്ള യൂണിവേഴ്സിൻ്റെ ചില പ്രൊട്ടക്ഷൻ സൈനുകളാണത്. നമ്മുടെ വൈബ് താഴുന്നുണ്ട്, കൂടുതൽ സൂക്ഷിച്ചില്ലെങ്കിൽ കൂടുതൽ താഴ്ന്ന വൈബിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് കൂടുതൽ നെഗറ്റീവായ ഇപ്പോൾ ഉള്ള ഈ ചെറിയ ബുദ്ധിമുട്ടുകളേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ ആകർഷിപ്പിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തിരിച്ച് ഉയർന്ന വൈബിലേക്ക് വരുവാൻ വേണ്ട നടപടികൾ എടുത്തോളൂ എന്നുള്ള ഈ യൂണിവേഴ്സിൻ്റെ സ്നേഹപൂർവമായുള്ള സൈനുകളാണത്. അത് കൃത്യമായി മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.